ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കണം. അത് ഗാസയിലെ ജനങ്ങളുടെ അവകാശമാണ്. എന്നാൽ അതിനർത്ഥം ഇസ്രയേലിനെ തള്ളിപ്പറയുന്നു എന്നല്ല. ഇസ്രയേലിനൊപ്പമാണ് അമേരിക്ക. ഇസ്രയേൽ ജനതയ്ക്ക് ഇനി ഒരിക്കലും ഹമാസ് ഭീകരരെ അഭിമുഖീകരിക്കേണ്ട സാഹചര്യം ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പിന്തുണ ഇസ്രയേലിനാണ് എന്നും അതേസമയം ഗാസയിലെ ജനങ്ങളുടെ അവകാശത്തെ തങ്ങൾ പിന്തുണയ്ക്കുന്നു എന്നും വ്യക്തമാക്കി കമല ഹാരിസ് രംഗത്ത്. ഇസ്രയേലിന് സ്വയം പ്രതിരോധത്തിനുള്ള എല്ലാ അവകാശവും ഉണ്ട് എന്ന നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുകയാണെന്നും കമല ഹാരിസ് ആവർത്തിച്ചു. ഒരു സംഗീത നിശയിൽ കയറി ഒരു പ്രകോപനവുമില്ലാതെ സ്ത്രീകളെ ലൈംഗികമായി ഉപദ്രവിച്ചവരെ എങ്ങനെയാണ് അനുകൂലിക്കുക? പ്രതിരോധിച്ച് മറുപടി നൽകണം. അതാണ് ഇസ്രയേൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഇസ്രയേലിനൊപ്പമാണ് എന്ന കാര്യത്തിൽ രണ്ട് പക്ഷമില്ല. ഇസ്രയേലിന് സ്വയം പ്രതിരോധത്തിനുള്ള അവകാശമുണ്ട്. ഈ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുകയാണ്. അവർ സ്വയം പ്രതിരോധത്തിനുള്ള എല്ലാ കരുത്തുമുണ്ട് എന്ന് ഉറപ്പാക്കാനും ഞാൻ ശ്രമിക്കും. കാരണം ഹമാസ് എന്ന ഭീകര സംഘടനയെ ഇനി ഒരിക്കലും ഇസ്രയേൽ ജനതയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വരരുത്. ഒക്ടോബർ 7-നുണ്ടായ ആക്രമണങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. സംഗീത നിശയിലേക്ക് ഇരച്ചു കയറിയ ഭീകരർ ലൈംഗിക അതിക്രമം നടത്തുകയും കൂട്ടക്കൊല നടത്തുകയുമായിരുന്നു. അതോടൊപ്പം തന്നെ ഗാസയിൽ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കേണ്ട സമയമാണിത് എന്നും ഞാൻ വിശ്വസിക്കുന്നു. ഗാസയിൽ ഇനിയും രക്തച്ചൊരിച്ചിൽ ഉണ്ടാകരുത്. ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം. നിരപരാധികൾ ഉൾപ്പെടെ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. ആളുകൾ സ്വയരക്ഷയ്ക്കായി പലായനം ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോഴും അവിടെ. വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാനും പ്രസിഡന്റ് ജോ ബൈഡനും രാപകലില്ലാതെ പ്രയത്നിക്കുന്നുണ്ട്. ബന്ദികളെ മോചിപ്പിക്കാനും വെടിനിർത്തൽ കരാർ നടപ്പാക്കാനുമുള്ള സമയമാണ് ഇനി മുന്നിലുള്ളത് എന്നും കമല ഹാരിസ് വ്യക്തമാക്കി. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പം ചേർന്ന് താൻ പ്രയത്നിക്കുന്നുണ്ട് എന്നും കമല ഹാരിസിന്റെ വാക്കുകൾ. പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വം സ്വീകരിച്ചതിനു ശേഷം ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷനിൽ നടത്തിയ പ്രസംഗത്തിനിടെയാണ് ഗാസയെയും ഇസ്രയേലിനെയും ഈ രീതിയിൽ കമല ഹാരിസ് പരാമർശിച്ചത്. കഴിഞ്ഞ മാസം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാഷിംഗ്ടണിലെത്തുകയും US പ്രസിഡന്റ് ജോ ബൈഡനുമായും വൈസ് പ്രസിഡന്റ് കമല ഹാരിസുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇറാനിൽ നിന്നുള്ള എല്ലാ ഭീഷണികൾക്കുമെതിരെ ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ സംഭാഷണത്തിനിടെ ബൈഡൻ നെതന്യാഹുവിന് ഉറപ്പും നൽകിയിരുന്നു. മേഖലയിൽ US സൈനിക വിന്യാസം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും രണ്ട് നേതാക്കളും ചർച്ച ചെയ്ത വിഷയങ്ങളിൽ പെടുന്നു. അതേസമയം പശ്ചിമേഷ്യയിൽ യുദ്ധവ്യാപന ഭീതി നിലനിൽക്കുകയാണ്. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഥാനി വരുന്ന ദിവസം ഇറാൻ സന്ദർശിക്കുമെന്നൊരു റിപ്പോർട്ടുണ്ട്. വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ഷിയും അദ്ദേഹത്തെ അനുഗമിക്കും. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുകയും ഗസ ഉൾപ്പെടെ സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുകയുമാണ് സുപ്രധാന ലക്ഷ്യമെന്ന് ഇറാൻ വാർത്താ ഏജൻസി തസ്നീം റിപ്പോർട്ട് ചെയ്തു. 10 മാസത്തിലേറെയായി തുടരുന്ന ഗസ ആക്രമണം അവസാനിപ്പിക്കാൻ ഈജിപ്തിനും US-നുമൊപ്പം ഖത്തറാണ് വെടിനിർത്തൽ ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്നത്. തെഹ്റാനിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് പ്രതികാരമായി ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള ഇറാന്റെ നീക്കം മേഖലയെ യുദ്ധത്തിലേക്ക് തള്ളിവിടും എന്ന ആശങ്ക ഉയർന്നു നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഖത്തർ പ്രധാനമന്ത്രിയുടെ ഇറാൻ സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.